നമസ്കാരം, ഞാൻ ഡോക്ടർ പദ്മാവതി, സീനിയർ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ്, മൈത്ര ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. ഇന്ന് ഞാൻ റോട്ട ക്യാപ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. റോട്ട ക്യാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിക്കുന്ന ക്യാപ്സ്യൂൾസാണ്. ഇത് പലതരം, പല ഷേപ്പും പല കളറിലാണ് വരിക. അതുപോലെ തന്നെ ഇത് വലിക്കേണ്ട ഡിവൈസസ് പലതരം ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഈ ക്യാപ്സ്യൂൾസ്, വലിക്കുന്ന ക്യാപ്സ്യൂൾസ് ആണെങ്കിൽ കഴിക്കാൻ പാടില്ല, വലിക്കാനേ പാടുള്ളൂ. അത് ഇതുപോലത്തെ ബോക്സിലാണ് വരിക. ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ പുതിയ ക്യാപ്സ്യൂൾ എടുക്കുക. എന്നിട്ട് ഏതാ ഡിവൈസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് യൂസ് ചെയ്യുക. ഈ യൂസ് ചെയ്യുന്ന റോട്ട ക്യാപ്സ് ഇതുപോലെ ഈ റോട്ടാഹേലറിൻ്റെ ഈ ദ്വാരത്തിനകത്തേക്ക് കയറ്റി വയ്ക്കുക, നന്നായിട്ട് കയറ്റി വയ്ക്കുക. എന്നിട്ട് ഇത് തിരിക്കുക. ഇത് തിരിച്ചു കഴിയുമ്പോഴത്തേക്കും ക്യാപ്സ്യൂൾ പൊട്ടി അതിനകത്തേക്ക് വീഴും. പിന്നെ ചെയ്യേണ്ടത് ശ്വാസം പുറത്തോട്ട് നന്നായിട്ട് ഊതിയിട്ട് ഈ ഡിവൈസിൻ്റെ മൗത്ത് പീസ് വായ്ക്കകത്ത് വെക്കുക. വായ്ക്കകത്ത് വെച്ചിട്ട് ചുണ്ടിതിനെ ചുറ്റി ടൈറ്റായിട്ട് അടച്ചു പിടിക്കുക. കടിക്കാൻ പാടില്ല. ലൈറ്റായിട്ട് വേണമെങ്കിൽ പല്ലും ഇതിൻ്റെ ചുറ്റും വെക്കാം. അത് കഴിഞ്ഞ് ശ്വാസം നല്ല ശക്തിയിൽ ഉള്ളോട്ട് ഒന്ന് വലിച്ചെടുക്കുക. ശ്വാസം ഒരു 5 സെക്കൻഡ് മനസ്സിലെണ്ണുന്ന വരെ ശ്വാസം പിടിച്ച് വെക്കുക. എന്നിട്ട് മൂക്കിലൂടെ പുറത്ത് വിടുക. ഓരോ പ്രാവശ്യം ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഉടനെ വായിന്ന് എടുത്തിട്ട് ശ്വാസം അടച്ചു പിടിക്കുക, ചുണ്ടും അടച്ചു പിടിക്കുക. അങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ 5 ടൈംസ് മിനിമം വലിച്ചെടുക്കണം. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയാം. ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ 5 ടൈംസ് വലിച്ചു വിടാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ക്യാപ്സ്യൂൾ കളയുക. എന്നിട്ട് ഇത് അടച്ച് കെയർഫുള്ളായിട്ട് അതിൻ്റെ ബോക്സിനകത്ത് എടുത്ത് വയ്ക്കുക. ക്യാപ്സ്യൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വായ നന്നായി കഴുകുക. റോട്ട ക്യാപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസിലുള്ള ക്യാപ്സ്യൂൾ എടുത്ത് കളയുക. എന്നിട്ട് ഇത് വാഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് റണ്ണിങ് ടാപ്പ് വാട്ടറിൽ നന്നായിട്ട് കുലുക്കി കഴുകാം. എന്നിട്ട് എയർ ഡ്രൈ ചെയ്യണം. ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇതിനകത്ത് ബ്രഷോ തുണിയോ സോപ്പ് ഒന്നും ഇടാൻ പാടില്ല. ജസ്റ്റ് റണ്ണിങ് വാട്ടർ, പൈപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഷേക്ക് ചെയ്ത് കഴുകുകയാണ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും കഴുകണം എന്നില്ല, എല്ലാ ആഴ്ചയും കഴുകിയാൽ മതി. എന്നിട്ട് നന്നായി ഉണക്കിയതിൻ്റെ ശേഷം യൂസ് ചെയ്യാം. താങ്ക് യു.